കോവിഡ് വാക്സിൻ എടുത്തവരാണോ നിങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന വാർത്ത നിങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്നോ? ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ ആധികായരായ ആസ്ട്രാസെനേക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച കോവിഷീൽഡ് എന്ന കോവിഡ് വാക്സിനും ആസ്ട്രാസെനേക്കയുടെ തന്നെ വാക്സ്വെരിയ എന്ന കോവിഡ് വാക്സിനും അപൂർവമായ ചില സാഹചര്യങ്ങളിൽ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം അഥവാ TTS എന്ന പാർശ്വഫലത്തിന് കാരണമാകുമെന്ന് UK ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ആസ്ട്രാസെനേക്ക പറഞ്ഞിരുന്നു. എന്താണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം? കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നതിൽ കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം, അതായത് TTS. ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു പേര് വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൽ ത്രോംബോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം കട്ടിപിടിക്കുക, അതാണ് ത്രോംബസ്, ക്ലോട്ട് ഫോർമേഷൻ. ത്രോംബോസൈറ്റോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിനകത്ത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളുണ്ട്. ആ കോശങ്ങളുടെ നോർമലി ഉള്ളതിനേക്കാളും അളവ് കുറയുമ്പോഴാണ് നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരാളിൽ കാണുന്ന ഒരു സിറ്റുവേഷനാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം. ബേസിക്കലി ഇതിനകത്ത് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുമാറാത്ത തലവേദന, അതായത് ഒരു തലവേദന വരുന്നു, ഒട്ടും തന്നെ കുറയുന്നില്ല, വേദന സംഹാരി കഴിച്ചിട്ടും കുറയാത്ത രീതിയിൽ തലവേദന നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ദേഹത്ത് തൊലിപ്പുറത്ത് വരുന്ന കളറിലെ മാറ്റങ്ങൾ, രക്തം കട്ടി പിടിച്ച് കിടക്കുന്നു, ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ. ശ്വാസകോശത്തിനകത്ത്, ഹൃദയത്തിലെ രക്തധമനികളിനകത്ത്, വയറിലെ രക്തധമനികളിനകത്ത് രക്തം കട്ടിപിടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന വയറുവേദന, ദേഹം വേദന, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, പെട്ടെന്നുണ്ടാകുന്നത്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിമ്മിഷ്ടം, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാന ലക്ഷണങ്ങൾ. പിന്നെ കൺഫ്യൂഷൻ, ചുഴലി, ഇതൊക്കെ ചിലവരിൽ കാണപ്പെടാറുണ്ട്. TTS എന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു പുതിയ ടെർമിനോളജിയാണ്. അതായത് എല്ലാവരിലും കാണപ്പെടുന്ന അസുഖമോ രോഗലക്ഷണമോ അല്ല TTS. കോവിഡ് വാക്സിൻ എടുത്തവരിൽ കാണപ്പെടുന്ന പാർശ്വഫലത്തിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ വാക്കാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം. ചില സാഹചര്യങ്ങളിൽ ഈ അവസ്ഥ സ്ട്രോക്കിനും ഹൃദയാഘാതത്തിനും കാരണമാകാറുണ്ട്. TTS എന്നത് ഒരാളുടെ ജീവൻ അപകടത്തിലാക്കാൻ തക്കതായ അവസ്ഥയാണ്. എന്നാൽ അപൂർവമായി മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. 60 വയസ്സിന് മുകളിലാണെങ്കിൽ വാക്സിൻ എടുത്ത 1,00,000 പേരിൽ ഒരാൾക്കോ 2 പേർക്കോ ആയിരിക്കും TTS വരാൻ സാധ്യത. 60 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ വാക്സിൻ എടുത്ത 1,00,000 പേരിൽ 2-3 പേർക്കാണ് ഈ അവസ്ഥ വരാൻ സാധ്യത. എല്ലാ കോവിഡ് വാക്സിൻ എടുത്തവർക്കും TTS ഉണ്ടാകുന്ന ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ടില്ല. കോവിഡ് വാക്സിൻ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചില കമ്പനികൾ അത് mRNA ഫോമിൽ, ചിലവർക്ക് വെക്റ്റർ വൈറൽ ഫോമിൽ, ചിലവർ സബ് ഓപ്റ്റിമൽ പ്രോട്ടീൻ ഫോമിലാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് വെക്റ്റർ വാക്സിനിൽ ഉണ്ടാക്കുന്ന കോവിഷീൽഡ് പോലത്തെ വാക്സിനിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള വാക്സിനേഷൻസിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പേടിക്കാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുക, പുകവലി, മദ്യപാനം, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അമിതമായി ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അതായത് ഈ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യതകൾ നമുക്കറിയാമല്ലോ. പുകവലി, മദ്യപാനം, അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. മിനിമമായിട്ടുള്ള വ്യായാമം ചെയ്യുക, ഓവേർട്ടായിട്ടുള്ള വ്യായാമം ചെയ്യരുത്. അതായത് പെട്ടെന്നൊരു നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി മേജറായിട്ടുള്ള എക്സസൈസസ്, ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ്സ്, ഇതൊന്നും ചെയ്യാതെ വളരെ മിനിമലായിട്ടുള്ള മാത്രം എക്സസൈസുകൾ മാത്രം ചെയ്യുക. എന്തുകൊണ്ടാണ് അപൂർവം ചിലരിൽ ഇങ്ങനെ പാർശ്വഫലം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വാക്സിൻ എടുത്ത് 4 മുതൽ 42 ദിവസത്തിനുള്ളിലാണ് പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കോവിഡ് വാക്സിൻ എടുത്ത ആരും ഭയപ്പെടേണ്ട ആവശ്യവുമില്ല.